ചുമ്മാ ജാടയിടാതെ അവരുടെ കൂടെ പോയി വീടിന്റെ കാര്യം സാധിച്ചു കൊടുക്കുന്നേ. പാവം, അവർക്കിവിടെ ആരും പരിചയമില്ലാത്തോണ്ടല്ലേ ഡോക്ടറെ ഹെൽപ്പിന് വിളിച്ചത്. അപ്പൊ ഒന്ന് കൂടെ പോയാൽ എന്താ പ്രശ്നം? അതോ ഇനി എനിക്കെന്ത് തോന്നുന്നു വെച്ചിട്ടാണോ? എങ്കിലേ എനിക്കതിൽ ഒരു വിഷമവും ഇല്ല. എനിക്ക് ഈ ഡോക്ടർ അത്രയ്ക്ക് വിശ്വാസം. അതുകൊണ്ട് അവരോടൊപ്പം പോയി വീടിന്റെ കാര്യം ഓക്കെ ആക്കിയിട്ട് വന്നാ മതി. കേട്ടല്ലോ? ഓക്കെ, ശരി. അപ്പോൾ എല്ലാ വശങ്ങളും ആലോചിച്ചിട്ട് തന്നെയാണോ പണിക്കർ സാറിന്റെ ഈ തീരുമാനത്തിന് അനുകൂലമായ ഒരു നിലപാടെടുത്തത്? അതെ സർ, വേണമെങ്കിൽ എനിക്ക് എതിർക്കാം. പക്ഷേ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ലെന്ന് മനസ്സിലായതുകൊണ്ട് മാത്രമാണ്. എനിക്ക് തോന്നിയത് നേരെ മറിച്ചാ. അപ്പു വേണ്ടെന്നൊരു തീർപ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ പണിക്കർ സാർ തൻ്റെ ഈ തീരുമാനം ഒന്ന് മാറ്റി ചിന്തിക്കുമായിരുന്നു. സാറ് പറഞ്ഞ നേരെ, വേണമെങ്കിൽ അത് പറ്റില്ലെന്ന കട്ടായം പറഞ്ഞ് എനിക്ക് VP പ്രഷർ ചെയ്യായിരുന്നു. പക്ഷേ അത് വീണ്ടും കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് നയിക്കും. ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും ആ വീട്ടിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ട് സർ. അഡോപ്റ്റ് ചെയ്യുന്നതിനെ പറ്റി അമ്മയും VPയുമായി കാര്യമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ കൂടെ ഞാനും കൂടി റിബലായ വീണ്ടും അതൊരു വലിയ കലാപത്തിലോട്ട് വഴിവെക്കും. ഞാനായിട്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കണ്ടെന്ന് കരുതി. ടു ബി ഫ്രാങ്ക്, അപ്പുവിൻ്റെ അറിവിലേക്ക് വേണ്ടി മാത്രം പറയാം. പണിക്കർ സാർ ഇപ്പോൾ ശ്രമിക്കുന്ന ഈ അഡോപ്ഷൻ എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് സക്സസ്ഫുൾ ആയാൽ അത് ആ വീട്ടിൽ ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്തായിരിക്കുമെന്ന് അപ്പു ഗൗരവമായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? വൈ ഷുഡ് ഐ ബോദർ? അത് VPയുടെ കൺസേൺ മാത്രമാണ്. ഒരു പരിധിവരെ അമ്മയുടെയും. പിന്നെ ആ കുഞ്ഞിനോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് ഭാവിയിൽ എന്തായാലും അതൊന്നും എന്നെ ബാധിക്കാൻ പോകുന്നൊരു വിഷയമല്ല. അത് അപ്പുവിനിപ്പോൾ തോന്നുന്നതാ. വിചാരിക്കുന്ന പോലെ അത്ര ഈസിയായി ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അപ്പുവിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയെങ്കിലും പണിക്കർ സാറിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി നോക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതിരിക്കട്ടെ, ഞാൻ വന്നത് ആതിരയുടെ കാര്യം സംസാരിക്കാനാണ്. കൂട്ടത്തിൽ ദത്ത വിഷയം ഒന്ന് പരാമർശിച്ചൊന്നു മാത്രം. എൻ്റെ കാര്യം മാഡം പറഞ്ഞ അപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അമ്മ പറഞ്ഞിരുന്നു. നിളച്ചേച്ചിയുടെ കാര്യത്തിൽ സാർ എടുത്തത് ഏറ്റവും ഉചിതമായ തീരുമാനം. അതിലും പ്രധാനപ്പെട്ട തീരുമാനം ആതിരയുടെ കാര്യത്തിൽ എനിക്കെടുക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സജഷൻ വെച്ചത്. ആ കാര്യത്തിൽ അപ്പുവിൻ്റെ അഭിപ്രായം എന്താ? അപ്പോൾ തുറന്നു ചോദിക്കട്ടെ, ആതിരയുടെ കാര്യത്തിൽ അപ്പു എന്തെങ്കിലും മാറി ചിന്തിക്കുന്നുണ്ടോ? സാർ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നിങ്ങൾ തമ്മിലിപ്പോൾ വലിയ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലെന്ന് എനിക്കറിയാം. അത് രണ്ടുപേരും തമ്മിലുള്ള ഒരു ധാരണയുടെ പുറത്താണെന്നാണ് എൻ്റെ വിശ്വാസം. അതിലപ്പുറം നെഗറ്റീവായിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഒന്നുമില്ല സർ, അങ്ങനെ ഒരു പേടി സാറിന് വേണ്ട. ആതിരയ്ക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കുക തന്നെ ചെയ്യും. പിന്നെ അമ്മ പറഞ്ഞതുപോലെ VPയോട് ഇക്കാര്യം പ്രസന്റ് ചെയ്യുന്നത് മാത്രം എനിക്കും അമ്മയ്ക്കും മുന്നിലുള്ള ടാസ്ക്. അത് എങ്ങനെ മറികടക്കാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. പണിക്കർ സാറിനോട് ഇനി അത് തുറന്നു പറയുന്നതിൽ എന്താണ് തെറ്റ്? തെറ്റൊന്നുമില്ല, അത് പറയാനുള്ള സമയമായിരിക്കുന്നു സർ. അധികം വൈകാതെ VPയുമായി ഞാൻ ഇക്കാര്യം ഡിസ്കസ് ചെയ്യും. ഇക്കാര്യത്തിൽ VPയുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ആദ്യം അറിയട്ടെ. പണിക്കർ സാർ അഥവാ ഇതിൽ എന്തെങ്കിലും വിയോജിപ്പ് പറഞ്ഞാൽ? VPയുടെ ആറ്റിറ്റ്യൂഡ് യെസ് ആണെങ്കിലും നോ ആണെങ്കിലും അപ്പു ആതിരയോട് പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും. അതുമാത്രം സാറിന് ഞാനിപ്പോൾ ഉറപ്പ് തരുന്നു. 1-2 ദിവസത്തിനുള്ളിൽ ഞാൻ ഇക്കാര്യം VPയോട് പ്രസന്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ സാറിനെ വിളിക്കാം. എന്താ? മതി, സമയമെടുത്ത് അപ്പു കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പുവിന് എനിക്ക് വിശ്വാസമാണ്. അപ്പോൾ വരും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സർ, ഞാൻ പോയിക്കോളാം. ആതിരയോടും നിളച്ചേച്ചിയോടും എൻ്റെ അന്വേഷണം പറയണം. ശരി. മിസ്റ്റർ ജോബിൻ അലക്സ്, എന്താണ് താങ്കളുടെ ഉദ്ദേശം എന്നറിഞ്ഞാൽ കൊള്ളാം. അല്ല,
സീരിയസ് ആയി എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ഈ വെയില് കൊള്ളിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അത് പറയാം. ആക്ച്വലി ഞാൻ അതിനെപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ? ഇങ്ങ് പോരട്ടെന്നേ. ഞാനത് പറയുന്നോണ്ട് തനിക്ക് വിഷമം തോന്നരുത്. മോനെ ജോബിനെ, നീ കൂടുതൽ ഇൻട്രോ ഇട്ട് സസ്പെൻസ് ഉണ്ടാക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. വിഷമിക്കണോ സന്തോഷിക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. വേറൊന്നുമില്ല, മാള് കൂടെയുള്ളപ്പോൾ താനിങ്ങനെ ലൂസ് ടോക്കിന് വേണ്ടി, ഐ മീൻ വെറുതെ ആവശ്യമില്ലാതെ എന്നെ ഫോൺ ചെയ്യരുത്. അതൊന്ന് സൂചിപ്പിക്കാനാ. ഓ, അപ്പൊ അതാണ് കാര്യം. ഞാൻ കരുതി പഴയ ഒരു ഇഷ്ടം എങ്ങാനും നീ പൊടിതട്ടി എടുത്തു എന്ന് പറയാനായിരിക്കും ഇങ്ങനെ നാണം കുടുങ്ങുന്നേന്ന്. സാരല്ല, എന്റെ കണക്കൂട്ടില്ല തെറ്റിയത്. ഇറ്റ്സ് ഓക്കെ. ഡോക്ടർക്ക് ഭയങ്കര BP ആണല്ലേ? ഐ മീൻ ഭാര്യയെ പേടി. നമ്മൾ തമ്മിൽ പ്രേമിച്ചുകൊണ്ടിരുന്നപ്പോ ഡോക്ടർ MP ആയിരുന്നു. അതായത് മമ്മിയെ പേടി. അതുകൊണ്ടാണല്ലോ 3-4 വർഷം പ്രേമിച്ച് നടന്നപ്പോഴും എന്നെ ഒരു തവണ പോലും നിന്റെ വീട്ടിൽ കൊണ്ടുപോഞ്ഞതും മമ്മിയെ പരിചയപ്പെടുത്താഞ്ഞതും. MP-യിൽ നിന്ന് BP-യിലേക്ക്. കൊള്ളാം മോനെ, ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അലീന, നിനക്ക് എന്നെ എത്ര വേണമെങ്കിലും കളിയാക്കാം, ശരിയാ. നമ്മൾ പ്രേമിച്ച് നടന്ന കാലത്ത് പല പ്രാവശ്യം നീ ആവശ്യപ്പെട്ടിട്ടും ഫോണിലൂടെയോ നേരിട്ടോ ഞാൻ എൻ്റെ മമ്മിയെ നിനക്ക് പരിചയപ്പെടുത്തി തന്നിട്ടില്ല. അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ടായിരുന്നു. എന്ത് കാരണം? ഒന്നുമില്ല. ഒക്കെ നിന്റെ ഈഗോയാ. അല്ലെങ്കിൽ തന്നെക്കാൾ ഉയർന്ന സാമ്പത്തിക സ്ഥിതിയുള്ളവളെ പ്രേമിക്കുന്നവന്റെ ചീപ്പ് ഡേർട്ടി കോംപ്ലക്സ്. അല്ലാതെ ഞാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തനിക്കത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പക്ഷേ തൻ്റെ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് മകനെ മെഡിസിൻ പഠിപ്പിക്കാൻ പെടാപ്പാടുപെടുന്ന ഒരു സാധു സ്ത്രീയുടെ മുന്നിൽ ചെന്ന്, മമ്മി ഇതാണ് ഞാൻ സ്നേഹിക്കുന്ന കുട്ടിയെന്ന് പറഞ്ഞ് നിന്നെ പരിചയപ്പെടുത്താൻ എൻ്റെ മനസ്സെന്നെ അനുവദിച്ചില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. മമ്മിയൊന്നും പറയില്ലായിരിക്കും. പക്ഷേ പഠിക്കാനാണോ പ്രേമിച്ച് നടക്കാനാണോ നിന്നെ ഞാൻ കഷ്ടപ്പെട്ട് മെഡിസിന് ചേർത്തതെന്ന് മമ്മി മനസ്സിലെങ്കിലും ചിന്തിച്ചാലോ എന്ന് ഞാൻ പേടിച്ചു. ഞാൻ പറഞ്ഞതുപോലെ അതെൻ്റെ അപകർഷതാബോധം തന്നെയാവും. നീ കഴിഞ്ഞ കാര്യം വിട്. ഇപ്പൊ മാളൂന് എന്താ പ്രശ്നം? ഞാൻ വിളിക്കുന്നത് നിന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലേ, അതോ സംശയോ? മാളൂന് അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. പിന്നെ ആർക്കാ കുഴപ്പം? ടെൽ മീ യാർ. പിന്നെ എന്താ നിന്റെ പ്രോബ്ലം? അത് പിന്നെ മാളൂവിന്റെ മുന്നിൽ വെച്ച് എനിക്ക് തന്നോട് ഇതുപോലെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. അത്രേ ഉള്ളോ? ഡോണ്ട് വറി മാൻ. അതിന് ഞാനൊരു സൂത്രപ്പണി പറഞ്ഞുതരാം. ഞാൻ വിളിക്കുമ്പോ എന്തെങ്കിലും പറഞ്ഞ് നീ അവളുടെ മുന്നിൽ അങ്ങ് മാറിയ പോരെ? നോ അലീന, അതൊന്നും നടക്കില്ല. അങ്ങനെ മാളൂവിനെ വിളിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓ സോറി, ഡോക്ടർ BP പേഷ്യന്റ് ആണല്ലോ, ഞാനത് മറന്നു. അലീന പ്ലീസ്, താൻ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കണം. യെസ് യെസ്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ നീ എന്താ പറഞ്ഞു വരുന്നേന്ന് എനിക്ക് മനസ്സിലായി ജോബിൻ. ഹോസ്പിറ്റലിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നടക്കുക. വീട്ടിലെത്തി കഴിഞ്ഞാ വിളിക്കുകയും ചെയ്യരുത്. ചുരുക്കത്തി പറഞ്ഞ ശല്യം ചെയ്ത് ഉപദ്രവിക്കരുത്. അത്രയല്ലേ ഉള്ളൂ. അലീന, ഫോൺ ചെയ്യരുതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാതെ. ഞാൻ പ്രത്യേകിച്ച് കാര്യമില്ലാതെയാണോ ഇന്നലെ വിളിച്ചത്? ആ വീട് പോയി കാണുന്ന കാര്യവും എഗ്രിമെന്റ് എഴുതുന്ന കാര്യവും പറയാനല്ലേ. ഒരു ലോക്കൽ ഗാർഡിയൻ എന്നുള്ള നിലയിൽ എനിക്കത് നിന്നോട് പറയാനുള്ള അവകാശമില്ലേ? അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഓ സമ്മതിച്ചു. ഇന്ന് കൂടി ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കുള്ളൂ. അല്ല മാഷേ, അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കാം, നീ നിന്റെ മമ്മിയും കെട്ടിയോളും അമ്മായിയപ്പനും ഒക്കെ ഇത് ഏത് ലോകത്താ ജീവിക്കുന്നേ? ഒന്ന് വീട്ടിൽ വന്നു പോയ കുറ്റം, ഫോൺ ചെയ്ത കുറ്റം, ഒരുമിച്ച് നിന്നൊരു സെൽഫി എടുത്താ അത് മര്യാദ കുറ്റം. എന്തോന്നാടാ അപ്പനേത്? അലീന, ഞാൻ വേണ്ട, നീ ഇനി കൂടുതലൊന്നും പറയണ്ട. വൈകിട്ട് കൂടെ വന്ന് ആ ഹൗസ് ഓണറിനെ കണ്ടെന്ന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അത്രയും ഒരു ഉപകാരം ചെയ്തതാ. അത് കഴിഞ്ഞ് ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കേയില്ല, പോരെ? അല്ല അലീന, വൈകിട്ട് ഞാൻ അല്പം ബിസി. ബിസിയാണെന്നായിരിക്കും. ദേ ചെറുക്ക, മര്യാദക്ക് എന്റെ കൂടെ വന്നോണം. ഇല്ലെങ്കിൽ ഞാൻ വല്ല പോയിസൺ എടുത്ത് ഇഞ്ചക്ട് ചെയ്ത് കൊന്നുകളയും. ആ, എന്റെ കാര്യം കഴിഞ്ഞിട്ടുള്ള തിരക്ക് മതി നിനക്ക്, കേട്ടല്ലോ?
ആതിരയുടെ കാര്യത്തില് നീ എന്ത് തീരുമാനിച്ചു? നന്ദൻ സാർ ഇക്കാര്യം ഗീതാന്റിയോട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ അത് അത്രയും സീരിയസ് ആയതുകൊണ്ടായിരിക്കണമല്ലോ. നിന്റെ ഭാഗത്തുനിന്ന് ഉടനെ ഒരു മറുപടി സാർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും ചോദിച്ചത്. ആതിരയ്ക്ക് ഞാൻ കൊടുത്ത വാക്ക അതെനിക്ക് പാലിച്ചേ പറ്റൂ. അതുമാത്രമല്ല, ഇനി ഞാനൊരു പൂർണ്ണ പുരുഷനാകുന്നത് വരെ തമ്മിൽ കാണാൻ ശ്രമിക്കരുതെന്നാ അവളോട് ഞാൻ ആവശ്യപ്പെട്ടത്. ആ വാക്ക് ഇപ്പോഴും ആതിര പാലിക്കുന്നുണ്ട്, ഒരുപാട് സങ്കടപ്പെട്ടിട്ടാണെങ്കിലും. അപ്പോ തിരിച്ചും ഞാനങ്ങനെ വേണ്ടേ മാളൂ? അതൊക്കെ ശരിയാ. പക്ഷേ ഈ വിവരമൊന്നും VP അങ്കിളിന് അറിയില്ലല്ലോ. നിങ്ങളുടെ ഈ അഫയറിന്റെ കാര്യം അങ്കിൾ അറിയുമ്പോൾ സമ്മതിക്കുമോ? നിനക്കെന്ത് തോന്നുന്നു? VPയുടെ സ്വഭാവം വെച്ച് ഈ തീരുമാനം അംഗീകരിക്കാൻ സാധ്യത കുറവാണെന്നല്ല, തീരെ ഇല്ലെന്ന് തന്നെ വേണം പറയാൻ. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. അങ്ങനെ വന്നാ നീ ആതിരയോട് നന്ദൻ സാറിനോട് എന്ത് പറയും? ഇനി ഇതിന്റെ പേരിൽ നിന്റെ വീട്ടിലൊരു ഇഷ്യൂ ഉണ്ടാകുന്നത് നന്ദൻ സാറിനും ആതിരയ്ക്കും താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ നിന്നെ നഷ്ടപ്പെടുന്നതിനോട് അവർക്ക് പൊരുത്തപ്പെടാനും ആവില്ല. നഷ്ടപ്പെടുന്ന പ്രശ്നമൊന്നും ഇവിടെ ഉണ്ടാവുന്നില്ല മാളു. ഞാൻ പറഞ്ഞല്ലോ, ആതിരയ്ക്ക് കൊടുത്ത വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ. അതിനുവേണ്ടി VPയുമായി വീണ്ടും ഉടക്കേണ്ടി വന്നാലും ഞാനത് ബോധർ ചെയ്യുന്നില്ല. രണ്ടു കൂട്ടർക്കും സ്വീകാര്യമായ ഒരു വഴി എന്താന്നാ നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് ഗീതാന്റിയെ കൊണ്ട് ഇങ്ങനൊരു കാര്യം അങ്കിളിനോട് അവതരിപ്പിക്കുന്നതാവും നല്ലതെന്നാ. ഞാനും അത് ആലോചിച്ചതാ. പക്ഷേ പെട്ടെന്ന് ഇത് VP അറിയിക്കേണ്ടി വരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ലടോ. മെന്റലി ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല മാളു. അതാ എൻ്റെ പ്രശ്നം. എനിക്കത് മനസ്സിലാവും. നീ വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താംന്നേ. അത് കണ്ടെത്തിയേ പറ്റൂ. നന്ദൻ സാറിനോട് ഞാൻ സംസാരിച്ചതുവാ. VP ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുന്നതാ ഏറ്റവും വലിയ റിസ്ക്. ഞാൻ ഡേസി ആന്റിയോട് ഇക്കാര്യം സംസാരിച്ചാലോ? ആന്റി ഇത് VP അങ്കിളിനോട് പ്രസന്റ് ചെയ്താൽ അത് കുറച്ചുകൂടി ഗുണകരമാവുന്ന എനിക്ക് തോന്നുന്നത്. എന്താ അപ്പോ? വരട്ടെ മാളു, ഞാൻ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കട്ടെ. അമ്മയായിട്ടും ഇക്കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യണം. എന്നിട്ട് ഡേസി ആന്റിയുടെ സഹായം വേണ്ടി വന്നാൽ നമുക്ക് പറയാം. അത് മതി. അപ്പോ എല്ലാം പറഞ്ഞുറപ്പിച്ച സ്ഥിതിക്ക് ഇനി ആ എഗ്രിമെന്റ് ഒന്ന് ഒപ്പിട്ടൂടെ? ഗോവിന്ദൻ സാറേ, ആ എഗ്രിമെന്റ് അങ്ങ് കൊടുത്തേ. ഇതാ മേഡം, ഒന്ന് വായിച്ചു നോക്കേ. ഓ, അതൊന്നും വേണമെന്നില്ല. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെയല്ലേ ഉള്ളൂ ഇതില്. അതൊക്കെ അത്രേ ഉള്ളൂ. എന്നാലും ഒക്കെ ഒരു ചടങ്ങല്ലേ. ദാ ഡോക്ടറെങ്കിലും നോക്കിയാട്ടെ. എല്ലാം അതിന്റെ രീതിക്ക് വേണമെന്ന് എനിക്ക് നിർബന്ധമാണ്. എല്ലാം ഓക്കെയാണ്. ആ, എന്നാ ഐശ്വര്യമായിട്ടങ്ങ് ഒപ്പിട്ടാട്ടെ. ആ ദാ. സാറും കൂടെ ഇവിടെ സാക്ഷിയുടെ സ്ഥാനത്തൊന്ന് സൈൻ ചെയ്തേക്കണം. അപ്പോ സാറാണ് മാഡത്തിന്റെ ലോക്കൽ ഗാർഡിയൻ അല്ലേ? യെസ്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാ സാറിന് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഡോക്ടറെ അറിയിച്ചാ മതി. അയ്യോ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എനിക്കെന്ത് ബുദ്ധിമുട്ടുണ്ടാകാനാ? ടെനന്റിന് ലോക്കലി പരിചയമുള്ള ഒരാളിന്റെ കോണ്ടാക്ട് നമ്മുടെ പക്കലും വേണമല്ലോ. അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഏതായാലും സാറിന്റെ നമ്പർ എനിക്കും തന്നേക്കേ. ഞാൻ സൈൻ ചെയ്തതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്. പോരെ? മതി മതി. അപ്പൊ എന്നാ ഇനി താമസത്തിന് വരിക? ഇന്ന് മൺഡേ അല്ലേ? അടുത്ത സൺഡേ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാന്ന് വിചാരിക്കാം. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞ മെയിൻ്റനൻസ് ഒക്കെ തീരില്ലേ? പിന്നെ AC നാളെ തന്നെ റിപ്പയർ ചെയ്ത് കിട്ടും. പുതിയ ബെഡും മറ്റുമൊക്കെ 2 ദിവസത്തിനകം സെറ്റ് ആവും. വേണമെങ്കിൽ വെള്ളിയാഴ്ച മറ്റോ വന്ന് കണ്ടു ബോധ്യപ്പെട്ടുള്ളൂ. ഏയ്, അതിന്റെ ഒന്നും കാര്യമില്ല. ഞങ്ങക്ക് സാറിന് വിശ്വാസ. അഥവാ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ സാറിനെ വിളിച്ചാൽ മതി. സാറ് തൊട്ടടുത്ത താമസം. അല്ല, ഡോക്ടറോട് താമസത്തിന് വരുന്ന ആളും സെയിം പ്രൊഫഷനാണോ? അല്ല, ഹിമ അഡ്വക്കേറ്റാ. കൊള്ളാം. ഡോക്ടറും വക്കീലും. അപ്പൊ രണ്ടുപേരോടും കള്ളം പറയാൻ പറ്റില്ല. അപ്പൊ ശരി സർ, എല്ലാം പറഞ്ഞ പോലെ ഞങ്ങൾ സൺഡേ ഉച്ചയോട് കൂടി എത്താം. ശരി. മാഡത്തിന് ഞാനിനി എന്തെങ്കിലും സഹായം ചെയ്യേണ്ടതുണ്ടോ? താമസം തുടങ്ങിക്കഴിഞ്ഞാ ഞങ്ങക്ക് സഹായത്തിന് ഒരു മെയ്ഡിനെ വേണമായിരുന്നു കുമാരേട്ടാ. അത് താമസം തുടങ്ങിയിട്ട് പോരെ?
അത് ഞാൻ ഏറ്റു. മാഡം ധൈര്യമായിട്ടിരിക്കും. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഓ സോറി, ചേട്ടന്റെ ബാലൻസ് വരുന്ന കാര്യം ഞാൻ മറന്നു. ആ ദാ പറഞ്ഞ കാശ് മുഴുവനും ഉണ്ട്. ശരി, സന്തോഷം മാഡം. ഇറങ്ങട്ടെ സാറേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഇവരിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ദിവസം കുമാരൻ ചേട്ടൻ കൂടി ഇങ്ങോട്ട് വരണം. അത് പിന്നെ പറയാനുണ്ടോ, ഞാനിവിടെ ഉണ്ടാവില്ലേ. ആ ശരി എന്നാ. ശരി എന്നാ. രണ്ടുപേരേ ഉള്ളൂ സ്ഥിരതാമസത്തിനെന്ന് ഹൗസ് ഓണർ ചോദിച്ചപ്പോ ഇയാളും കൂടെ ഇടയ്ക്ക് വന്ന് പോവെന്ന് പറയാൻ ഒരുങ്ങിയതാ ഞാൻ. എന്തിനാ ഇപ്പൊ അങ്ങനെ? നിങ്ങൾ രണ്ട് സ്ത്രീകൾ താമസിക്കുന്നിടത്ത് ഇടയ്ക്ക് ഞാൻ വരേണ്ട കാര്യമില്ലല്ലോ. ചിലപ്പോ കാര്യങ്ങൾ ഇനി ഉണ്ടായിക്കൂടുന്നില്ലല്ലോ അല്ലേ ഡോക്ടറെ? അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ എന്റെ ലോക്കൽ ഗാർഡിയനായിട്ട് ഇപ്പോഴേ പുള്ളിക്കാരന്റെ മുന്നിൽ പ്രസന്റ് ചെയ്തത്. എങ്ങനെയുണ്ട് ഐഡിയ? എന്താ അപ്പു? അമ്മ വീപ്പയോട് സംസാരിച്ചോ? ആതിരയുടെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. അമ്മ ഇതുവരെ വീപ്പയോട് അത് പ്രസന്റ് ചെയ്തില്ലേ? അങ്ങനെ തിരക്കൂട്ടി പറയേണ്ട ഒരു കാര്യമല്ലല്ലോ അപ്പു. VP ഒരു നല്ല മൂഡിലിരിക്കുമ്പോൾ വേണം അത് പ്രസന്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അതിന് വീപ്പയുടെ മൂഡിന് ഇപ്പം എന്താ കുഴപ്പം? കുഞ്ഞിനെ ദത്തെടുക്കുന്ന കാര്യമൊക്കെ ആലോചിച്ച് ആള് നല്ല ഹാപ്പി ആയിട്ടിരിക്കുമല്ലേ? അതൊക്കെ ശരി തന്നെ. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും VP റിയാക്ട് ചെയ്യാന്ന് അറിയാൻ പറ്റില്ലല്ലോ. അതാ എൻ്റെ ഒരു പേടി. അങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ അമ്മേ. എപ്പോഴായാലും VP ഇത് അറിയേണ്ട കാര്യം തന്നെയല്ലേ? നമ്മളൊരു തീരുമാനം പറയാൻ വേണ്ടി നന്ദൻ സാർ വെയിറ്റ് ചെയ്യുന്നത് എന്റെ ആതിരയുടെയും കാര്യത്തിന് വേണ്ടി മാത്രമല്ല, സാറിന്റെയും നിളച്ചേച്ചിയുടെയും കല്യാണം തീരുമാനിക്കാൻ കൂടി വേണ്ടിയാ. അപ്പോ അവരിങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പു. പക്ഷേ പെട്ടെന്ന് ഇത് VPയോട് പ്രസന്റ് ചെയ്യേണ്ടി വരുമെന്ന് നമ്മളും വിചാരിച്ചതല്ലല്ലോ. ഒന്ന് സ്വയം പ്രിപ്പയർഡ് ആകാതെ എങ്ങനെയാ VPയോട് ഇത് പറയുന്നേ? അമ്മയ്ക്ക് ഇക്കാര്യം VPയോട് പറയാൻ പേടിയുണ്ടോ? പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ പേടിക്കാതെ പറ്റില്ലല്ലോ അപ്പു. ഇനി ഇതിന്റെ പേരിൽ VP ആയിട്ടൊരു ഇഷ്യൂ ഉണ്ടായാൽ? എന്തിനാ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ കല്യാണം നടത്താനൊന്നും അല്ലല്ലോ നന്ദൻ സാർ ആതിരെ ആവശ്യപ്പെടുന്നത്. അവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഉറപ്പ് ആവശ്യമാണ്. ഇനി അമ്മയ്ക്ക് VPയോട് ഇക്കാര്യം നേരിട്ട് പറയാൻ പേടിയുണ്ടെങ്കിൽ ഞാൻ പറയാം. എനിക്കതിൽ മടിയൊന്നുമില്ല. അയ്യോ അത് വേണ്ടപ്പൂ. നീ VPയോട് പറഞ്ഞാൽ അത് ശരിയാവില്ല. ഞാൻ തന്നെ പറയാം. അധികം വൈകാതെ തന്നെ പറയാം, ഉറപ്പ്. ശരി, പക്ഷേ ഒരു കാര്യം, എന്ത് വന്നാലും VP ഇതിന് സമ്മതിച്ചേ പറ്റൂ. ഇനി സമ്മതിച്ചില്ലെങ്കിൽ എന്ത് വേണമെന്ന് എനിക്കറിയാം. ഹലോ, അഡ്വക്കേറ്റ് ജനാർദ്ദൻ അല്ലേ? നമസ്കാരം, ഞാൻ VP ആണ്, വിജയ് പണിക്കർ. ഓ സുഖമായിരിക്കുന്നു. അതെ, എനിക്ക് താങ്കളെ ഒന്ന് കാണണമല്ലോ. കേസിൻ്റെ കാര്യത്തിനൊന്നുമല്ല, പാർട്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ തീർക്കാനാ. പഴയ വില്ലൊക്കെ ക്യാൻസലായി പോയല്ലോ. ഇതല്ല അല്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഓഫീസിൽ എപ്പോൾ കാണും? ശരി, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ. നമ്മൾ അഡ്വക്കേറ്റ് ജനാർദ്ദനെയാണ് വിളിച്ചത്. നമ്മുടെ സ്വത്ത് പാർട്ടീഷൻ ചെയ്യുമ്പോൾ അതിൽ ലീഗൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ. അതുകൊണ്ടൊരു ഒപ്പീനിയൻ എടുക്കാമെന്ന് വെച്ചു. താൻ വരുന്നോ വക്കീലിനെ കാണാൻ? ഇല്ല, VP പോയി കണ്ടാൽ മതി. VP, എനിക്ക് VPയോട് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. പാർട്ടീഷൻ്റെ കാര്യമാണോ? അല്ല, അപ്പുവിനെ കുറിച്ചാ. അപ്പുവിൻ്റെ എന്ത് കാര്യം? അപ്പുവിൻ്റെ വിവാഹത്തെക്കുറിച്ചാ. വിവാഹം? അപ്പുനോ? താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? അപ്പുവിന് എങ്ങനെ ഇപ്പോൾ ഒരു വിവാഹം?